നമസ്കാരം, വെൽക്കം ടു KS Mentor. KS Mentorന്റെ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി 1 മുതൽ 2022 ജനുവരി 1 മുതൽ 7 വരെയുള്ള തീയതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് നോക്കാം. ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മെട്രോ ലൈൻ റീസെൻ്റ്ലി ചൈനയിലെ ഷാങ്ഹായിൽ ഓപ്പൺ ചെയ്തു എന്നുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മെട്രോ ലൈനാണ് ചൈനയിലെ ഷാങ്ഹായിൽ റീസെൻ്റ്ലി ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ചൈനീസ് ഗവൺമെൻറ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മെട്രോ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ഷാങ്ഹായിലാണ്. അതുപോലെ തന്നെ ഷാങ്ഹായ് സിറ്റിക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള മെട്രോ നെറ്റ്വർക്കുള്ള സിറ്റിയാണ് ഷാങ്ഹായ് എന്ന് പറയുന്നത്. ലോകത്തിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള മെട്രോ നെറ്റ്വർക്കുള്ള സിറ്റിയും ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള മെട്രോ ലൈൻ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റി എന്ന് പറയുന്നത് ചൈനയിലെ ഷാങ്ഹായ് ആണ്. ഓക്കെ, അടുത്തത് ചിലി എന്ന് പറയുന്ന രാജ്യം, ആ രാജ്യത്ത് പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ചിലി എന്നാണ് രാജ്യത്തിൻ്റെ പേര്. ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു വിത്തിൻ 12 months. അപ്പോൾ 12 മാസത്തിനുള്ളിൽ, അടുത്ത 12 മാസത്തിനുള്ളിൽ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് അവിടുത്തെ പാർലമെൻ്ററി കമ്മിറ്റി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ചിലി എന്ന് പറയുന്ന രാജ്യത്തെപ്പറ്റി പല കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ പഠിച്ച കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ഗബ്രിയേൽ ബോറിക് എന്ന് പറയുന്ന ആൾ. ഓക്കെ, ഒരു വിദ്യാർത്ഥി നേതാവാണ്, 34 വയസ്സുകാരനാണ്. അദ്ദേഹം ചിലിയുടെ പ്രസിഡന്റ് ഇലക്റ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള പ്രസിഡൻ്റാണ് ഗബ്രിയേൽ ബോറിക് എന്ന് പറയുന്നത്. അതുപോലെ ചിലി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സാന്റിയാഗോ ആണ്. ഓക്കെ, അടുത്തത് ലോകത്ത് ആദ്യമായിട്ട് $3 ട്രില്യൺ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അച്ചീവ് ചെയ്യുന്ന ലോകത്തിലെ ആദ്യത്തെ കമ്പനിയായിട്ട് മാറിയിരിക്കുന്നത് ആപ്പിളാണ്. ഓക്കെ, $3 ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ലോകത്തിലെ ആദ്യത്തെ കമ്പനിയായിട്ട് മാറിയിരിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് ആപ്പിളാണ്. ഓക്കെ, അടുത്തത് ആൻറ്റിഗ്വ ആൻഡ് ബാർബുഡ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് അല്ലെങ്കിൽ ISAയിലെ 102ാമത്തെ മെമ്പറായിട്ട് ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, രാജ്യത്തിൻ്റെ പേര് ആൻറ്റിഗ്വ ആൻഡ് ബാർബുഡ, 102ാമത്തെ മെമ്പർ. ISA എന്ന് പറയുന്നത് നമ്മൾ പല കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടാണ്. ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് എന്ന ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും ഒരു ജോയിൻറ്റ് കൊളാബറേഷനിൽ രൂപം കൊണ്ട ഒരു അസോസിയേഷനാണ് ഇൻ്റർനാഷണൽ സോളാർ അസോസിയേഷൻ. അതിലെ 102ാമത്തെ മെമ്പർ കൺട്രിയാണ് ഈ ആൻറ്റിഗ്വ ആൻഡ് ബാർബുഡ എന്ന് പറയുന്ന രാജ്യം. നമ്മൾ 101ാമത്തെ മെമ്പറായിട്ട് ഇതിൽ ജോയിൻ ചെയ്ത രാജ്യം വളരെ പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു, അമേരിക്കയായിരുന്നു 101ാമത്തെ അതിൻ്റെ മെമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ 102ാമത്തെ മെമ്പറായിട്ട് മാറിയിരിക്കുന്ന കൺട്രി എന്ന് പറയുന്നത് ആൻറ്റിഗ്വ ആൻഡ് ബാർബുഡ. അപ്പോൾ എന്താണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് എന്നുള്ളതാണ് ISAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 2015 ഇന്ത്യയും ഫ്രാൻസും ചേർന്നിട്ട് ഈ ഒരു ISA എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ISAയായിട്ട് ബന്ധപ്പെട്ടതും അതിൻ്റെ മെമ്പർ കൺട്രീസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്തത് നമ്മുടെ ഗവൺമെൻറ് പുറത്തിറക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷനെ പറ്റിയാണ്. ആ മിഷൻ്റെ പേര് ISM അല്ലെങ്കിൽ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ അല്ലെങ്കിൽ ISM. എന്താണ് ISM? അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ നമ്മുടെ COVID-19 എന്ന് പറയുന്ന പാൻഡമിക് വന്നതിന് ശേഷം ലോകത്തെമ്പാടും ഈ സെമി കണ്ടക്ടേഴ്സിന് വലിയ ക്ഷാമം നേരിടുകയുണ്ടായി. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഡേൺ ഇലക്ട്രോണിക്സിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വളരെ മൈക്രോ ചിപ്പുകളാണ് ഈ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രധാനമായിട്ടും മാനുഫാക്ചർ ചെയ്യുന്നത് ചൈന, ജപ്പാൻ, USA, തായ്വാൻ പോലുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ COVID-19 ബാധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ സപ്ലൈ ചെയിൻ ഭയങ്കരമായിട്ട് മോശമാവുകയും അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു സെമി കണ്ടക്ടേഴ്സിന് ക്ഷാമം ഉള്ള ഒരു സിറ്റുവേഷനാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ മറികടക്കാനും അത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് പ്രോഫിറ്റബിളായിട്ട് മാറ്റാനും വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു പുതിയ ഇനിഷ്യേറ്റീവാണ് ഈ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ISM എന്ന് പറയുന്ന മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഇന്ത്യയിൽ സെമി കണ്ടക്ടേഴ്സും അതുപോലെ ഡിസ്പ്ലേ മാനുഫാക്ചറിങ് യൂണിറ്റുകളും സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയിൽ സെമി കണ്ടക്ടേഴ്സ് അതുപോലെ ഡിസ്പ്ലേ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ ഇന്ത്യയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്, അതായത് സ്പെസിഫിക്കലി മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ഈ ഒരു സ്കീം അല്ലെങ്കിൽ ISM ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സ്കീമിന് വേണ്ടി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നത് ഒരു ഔട്ട്ലേ 76,000 കോടി രൂപയുടെ ഒരു ഔട്ട്ലേ ആണ് ഗവൺമെൻറ് ഈ ഒരു പദ്ധതിക്കായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ടറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ
സ്റ്റാർട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ ഗവൺമെൻറ് ഈ ഒരു സ്കീമിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഒരു മിഷൻ, ഏത് മിനിസ്ട്രിയാണ് ഈ ഒരു പെർട്ടിക്കുലർ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്, പിന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ ഔട്ട്ലേ എത്രയാണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ത്യയെ ഒരു സെമി കണ്ടക്ടർ ആൻഡ് ഡിസ്പ്ലേ മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റുക എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ISM എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് ഡിവിഷനാണ്. എന്തിൻ്റെ കീഴിൽ? ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷൻ്റെ കീഴിൽ ഉള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് ഡിവിഷനാണ് ഈ ISM അല്ലെങ്കിൽ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത് അമോലഡ് ബേസ്ഡ് ആയിട്ടുള്ള TFT LCD പാനൽസ്, നമ്മൾ നമ്മുടെ TVകളിലും അതുപോലെ നമ്മുടെ മൊബൈൽ ഫോൺസിലൊക്കെ ഉപയോഗിക്കുന്ന അമോലഡ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ പാനൽസ് ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ അല്ലെങ്കിൽ ISM എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ 100% കംപ്ലീറ്റ് ചെയ്ത സംസ്ഥാനമായിട്ട് മാറി എന്നുള്ളതാണ്. ഓക്കെ, 100% ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്ത ഇതിലെ ആദ്യത്തെ സംസ്ഥാനം എന്നുള്ള പദവി എന്ന് ലഭിച്ചിരിക്കുന്നത് തെലങ്കാനയ്ക്കാണ്. ഏതാണ്ട് 2.77 കോടി സിറ്റിസൻസിനെയാണ് ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ, അതായത് വാക്സിൻ എലിജിബിൾ ആയിട്ടുള്ള ആ ഒരു ഏജ് പോപ്പുലേഷനിൽ നിന്ന് 2.77 കോടി ആളുകളെയാണ് തെലങ്കാന ഗവൺമെൻറ് വാക്സിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് 100% ഫസ്റ്റ് ഡോസ് വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്ത സംസ്ഥാനം എന്ന് പറയുന്നത് തെലങ്കാനയാണ്. അടുത്തത് 19th ട്രാഞ്ച് ഓഫ് ഇലക്ട്രൽ ബോൺസ് സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് വാർത്ത. ഇലക്ട്രൽ ബോൺസിൻ്റെ 19ാമത്തെ ട്രാഞ്ച് റീസെൻ്റ്ലി സെൻട്രൽ ഗവൺമെൻറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് അടുത്ത വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്കിവിടെയുള്ള ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഇലക്ട്രൽ ബോൺസ് എന്നുള്ളതിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പഠിക്കാനുള്ളത് എന്താണ് ഈ ഇലക്ട്രൽ ബോൺസ് എന്നുള്ളതാണ്. അതായത് നമ്മളൊക്കെ പണ്ടൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്ന രീതിയിലല്ല ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നതിന് വേണ്ടി, അപ്പോൾ ആ ഒരു ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നൊരു സിസ്റ്റമാണ് ഇലക്ട്രൽ ബോൺസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു പാർട്ടിക്ക് ഒരു വലിയ എമൗണ്ട് അവർക്ക് നേരിട്ട് ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഒരു ബാങ്കിൽ ചെന്ന് ആ ഒരു പെർട്ടിക്കുലർ തുകയ്ക്ക് തുല്യമായുള്ള ബോൺസ് വാങ്ങിക്കുന്നു. ബോൺസ് എന്താണെന്ന് നമുക്കറിയാം. നമ്മുടെ സെക്യൂരിറ്റി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ടൈമാണ് ബോൺസ് എന്ന് പറയുന്നത്, ബോൺസ് ആൻഡ് ഷെയർസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുപോലെ ഒരു പെർട്ടിക്കുലർ ബോണ്ടാണ് എന്തിനു വേണ്ടി, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉള്ള കോൺട്രിബ്യൂഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോൺസിനെയാണ് നമ്മൾ ഇലക്ട്രൽ ബോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പുതിയ ട്രാഞ്ച്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 19th ട്രാഞ്ച് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ബാങ്കിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഈ ഒരു ഇലക്ട്രൽ ബോൺസ് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. മറ്റൊരു ബാങ്കും ഇലക്ട്രൽ ബോൺസ് കറൻ്റ്ലി ഇഷ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള സോൾ അതോറിറ്റി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ഇലക്ട്രൽ ബോൺസ് ഇഷ്യൂ ചെയ്യുന്നത് പറയുന്നത് 1000, 10,000, 1 ലക്ഷം, 10 ലക്ഷം, 1 കോടി രൂപ ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഈ ബോൺസ് ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് ഇതിനൊരു മിനിമം ഒരു മാക്സിമം ക്യാപ്പില്ല, ഇത്ര രൂപ വരെ നൽകാൻ പറ്റൂ എന്നുള്ളതിന് യാതൊരു തടസ്സവുമില്ല. എത്ര എമൗണ്ട് വേണമെങ്കിലും നടത്താം, ഈ ഒരു എമൗണ്ടിൻ്റെ എത്ര മൾട്ടിപ്പിൾസ് വേണമെങ്കിലും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു ഡൊണേഷൻ അല്ലെങ്കിൽ ഈ ഒരു ബോണ്ടിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 15 days ആണ്. ഓക്കെ, ഇലക്ട്രൽ ബോൺസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 15 days ആണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രൽ ബോൺസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു. ഏത് ബാങ്കാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്? ഇന്ത്യയിൽ SBI ആണ് ഈ ഒരു ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. 1000, 10,000, 1 ലക്ഷം അങ്ങനെ തുടങ്ങിയുള്ള മൾട്ടിപ്പിൾസിലാണ് ഈ എമൗണ്ട്സ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 15 ദിവസമാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ പുറത്തിറക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് പഠേ ഭാരത് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ. ഓക്കെ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പഠേ ഭാരത് ക്യാമ്പയിൻ നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രി, യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രി പുറത്തിറക്കിയിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ്. ഒരു 100 day റീഡിംഗ് ക്യാമ്പയിനാണ്. ഓക്കെ, 100 day റീഡിംഗ് ക്യാമ്പയിനാണ് പഠേ ഭാരത് എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്? സ്റ്റുഡൻസിനിടയിൽ അവരുടെ ലേണിംഗ് ലെവൽസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പഠേ ഭാരത് എന്ന് പറയുന്ന ക്യാമ്പയിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവരുടെ ലേണിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, ലേണിംഗ് ലെവൽസ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 100 days റീഡിംഗ് ക്യാമ്പയിനാണ് പഠേ ഭാരത് എന്ന് പറയുന്നത്. ഏത് മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഒരു ഓയിൽ ഫാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്.
ആ ഒരു ഡീലിൻ്റെ പേര് ട്രിങ്കോമാലി ഓയിൽ ടാങ്ക് ഫാം ഡീൽ എന്നുള്ളതാണ്. ട്രിങ്കോമാലി ഓയിൽ ടാങ്ക് ഫാം ഡീൽ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് ഈ ഒരു കരാറിൽ ഏർപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇനി പ്രധാനപ്പെട്ട പറയാനുള്ളത്, ഈ ഒരു ട്രിങ്കോമാലി ഓയിൽ ടാങ്ക് ഫാം എന്ന് പറയുന്നത് ചൈന ബേയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ചൈന ബേയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓയിൽ ഫാമാണ് ഈ ട്രിങ്കോമാലി ഓയിൽ ടാങ്ക് ഫാം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കറൻ്റ്ലി ഈ ഒരു ഫാമിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സെലോൺ പെട്രോളിയം കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പെട്രോളിയം കമ്പനിയാണ്. ഓക്കെ, സെലോൺ പെട്രോളിയം കോർപ്പറേഷനാണ് ഇപ്പോൾ അവിടുത്തെ ടാങ്കുകൾ റൺ ചെയ്യുന്നതും അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം നടത്തുന്നത് ഈ സെലോൺ പെട്രോളിയം കോർപ്പറേഷനാണ്. അപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ ഇങ്ങനെയൊരു ഡീൽ വരുന്നതോടുകൂടി ഇതിൻ്റെ മറ്റ് ടാങ്കുകൾ നിർമ്മിക്കാനും അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് ലഭിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് അവിടെ ഒരു അപ്പർ ടാങ്ക് ഫാം ഡെവലപ്പ് ചെയ്യാനുള്ള പെർമിഷനൊക്കെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ടാങ്ക് ഡീലിലൂടെ നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ബിക്കോസ് ഈ ഒരു ഡീൽ, ട്രിങ്കോമാലി ഓയിൽ ടാങ്ക് ഫാം ഡീൽ റീസെൻ്റ്ലി നമ്മുടെ ഹിന്ദുവിലൊക്കെ കുറേ ദിവസങ്ങളായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്ലൈഡ് നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു ഓയിൽ ടാങ്ക് ഫാം ഡീൽ നമ്മൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഏത് രാജ്യങ്ങൾ തമ്മിലാണ്? അത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ്. ഓക്കെ, അടുത്തത് ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2026 ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എഥനോൾ മാർക്കറ്റായിട്ട് മാറും എന്നുള്ളതാണ് IEA അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എനർജി ഏജൻസി പ്രിഡിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് എഥനോൾ എന്ന് പറയുന്നത്? അതായത് നമ്മളിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ പമ്പിൽ നിന്ന് അടിക്കുന്ന പെട്രോൾ എന്ന് പറയുന്നത് പ്യൂർലി പെട്രോൾ അല്ല, പെട്രോളും എഥനോളും കൂടെ ചേർന്നൊരു ബ്ലെൻഡാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് 90% പെട്രോളും 10% എഥനോളും കലർന്നൊരു മിശ്രിതമാണ് നമ്മളിപ്പോൾ നമ്മുടെ വണ്ടികളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കറൻ്റ്ലി നമ്മുടെ ഈ പെട്രോൾ എഥനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത് 10% ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് 2026 ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ലാർജസ്റ്റ് എഥനോൾ മാർക്കറ്റായിട്ട് മാറാൻ വേണ്ടി പോകുന്നു. ആൻഡ് ടോപ്പ് ചെയ്യുന്നത് USA, ബ്രസീൽ എന്ന് പറയുന്ന 2 രാജ്യങ്ങളായിരിക്കും ടോപ്പ് ചെയ്യുന്നത്. ഓൾസോ നമ്മൾ ചൈനയെ പിന്തള്ളിയായിരിക്കും 2026 ഈ 3rd ലാർജസ്റ്റ് എഥനോൾ മാർക്കറ്റായിട്ട് മാറാൻ വേണ്ടി പോകുന്നു. ഇനി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് ഈ പെട്രോൾ എഥനോൾ ബ്ലെൻഡിങ്ങിൽ ഗവൺമെൻറ്റിൻ്റെ എയിം എന്ന് പറയുന്നത് 20% ആണ്. 20% എഥനോൾ ബ്ലെൻഡിങ് ഇൻ പെട്രോൾ ബൈ 2025. ഓക്കെ, ഞാൻ പറഞ്ഞു കറൻ്റ്ലി നമ്മുടെ ലെവൽ എന്ന് പറയുന്നത് 10% ആണ്. ആ ഒരു 10% എന്നുള്ളത് 20% ഓഫ് എഥനോൾ, അതായത് 80% പെട്രോളും 20% എഥനോളും ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ബൈ 2025 ഈ ഒരു എയിം അച്ചീവ് ചെയ്യണമെന്നാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്ത്യ മൂന്നാമത്തെ ലാർജസ്റ്റ് എഥനോൾ മാർക്കറ്റായിട്ട് മാറാൻ വേണ്ടി പോകുന്നതെന്ന് 2026 ആ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഏജൻസിയുടെ പേരാണ് ഇൻ്റർനാഷണൽ എനർജി ഏജൻസി. ഓക്കെ, അടുത്തത് മിനിസ്ട്രി ഓഫ് റിന്യൂവബിൾ എനർജിയുടെ റീസെൻ്റ് ആയിട്ടുള്ള ഡേറ്റ അല്ലെങ്കിൽ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ നോൺ ഫോസിൽ ഫ്യൂൽ ടാർഗറ്റ് റീസെൻ്റ്ലി ഇന്ത്യ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ്. 2030 ആയിരുന്നു ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്ന് സെൻട്രൽ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഇയർ എന്ന് പറയുന്നത് 2030 ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ 2021 തന്നെ നമ്മൾ ആ ഒരു നോൺ ഫോസിൽ ഫ്യൂൽ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് മിനിസ്ട്രി ഓഫ് റിന്യൂവബിൾ എനർജി പറയുന്നത്. ഇനി ഈ ഒരു നോൺ ഫോസിൽ ഫ്യൂൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ 40% ആയിരുന്നു. അതായത് ഇന്ത്യയുടെ ഓവറോൾ എനർജി കൺസംഷനിൽ അല്ലെങ്കിൽ എനർജി യൂസിൽ അല്ലെങ്കിൽ എനർജി പ്രൊഡക്ഷനിൽ അതിൽ നോൺ ഫോസിൽ ഫ്യൂവൽ സോഴ്സുകളിൽ നിന്നുള്ള എനർജി അറ്റ്ലീസ്റ്റ് 40% എങ്കിലും ആക്കുമെന്നാണ് ഈ COP21 വെച്ചിട്ട് ഇന്ത്യ കമ്മിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു 40% അച്ചീവ് ചെയ്യാനുള്ള ഒരു ടാർഗറ്റ് ഇയറാണ് ഈ 2030 ആയിട്ട് നമ്മുടെ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തിരുന്നത്. പക്ഷേ കറൻ്റ്ലി നമ്മൾ ഈ ഒരു ടാർഗറ്റ് നേരത്തെ അച്ചീവ് ചെയ്തു, 2021 തന്നെ നമ്മൾ അച്ചീവ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡേറ്റ അനുസരിച്ച് ഇന്ത്യയുടെ ടോട്ടൽ ഇൻസ്റ്റാൾഡ് ഇലക്ട്രിക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 392.01 ജിഗാവാട്ടാണ്. അതിൽ ഈ നോൺ ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് 157.32 ജിഗാവാട്ടാണ്. ഈ ടോട്ടൽ 392.01 ജിഗാവാട്ടിൽ 157.32 ജിഗാവാട്ട് എന്ന് പറയുന്നത് നോൺ ഫോസിൽ ഫ്യൂൽ ബേസ്ഡ് ആയിട്ടുള്ള എനർജി സോഴ്സുകളിൽ നിന്നാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് കണക്കെടുക്കുകയാണെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 40.4
1% ആസ് ഓഫ് നൗ 40.1% ആണ് ഈ 157.32 ജിഗാവാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ 40% എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു എന്നാണ് നമ്മുടെ മിനിസ്ട്രി ഓഫ് റിന്യൂവബിൾ എനർജി ക്ലെയിം ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യയുടെ CAD അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഫോർ സെക്കൻഡ് ക്വാർട്ടർ ഓഫ് ഫിനാൻഷ്യൽ ഇയർ 2021-22. അതായത് 2021-22 സാമ്പത്തിക വർഷത്തിൻ്റെ സെക്കൻഡ് ക്വാർട്ടറിൽ ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 1.4% ഓഫ് GDP ആണെന്നാണ് ഡേറ്റാസ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡേറ്റ പുറത്തിറക്കിയിരിക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡേറ്റയിലാണ് ഈ ഒരു കാര്യം പരാമർശിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ 2021-22 സെക്കൻഡ് ക്വാർട്ടറിലുള്ള കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ GDPയുടെ 1.4% ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് 9.6 ബില്യൺ ഓർ 1.4 ആണ്. ഓക്കെ, $9.6 ബില്യൺ അല്ലെങ്കിൽ 1.4% ഓഫ് GDP ആണ് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്? അതായത് ഒരു രാജ്യം പുറത്തുനിന്ന് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് നൽകുകയാണെങ്കിൽ അതിനെയാണ് ഒരു ബേസിക്കലി വളരെ സിമ്പിൾ ടേംസിലൊരു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വാങ്ങുന്നതും നമ്മൾ കൊടുക്കുന്നതുമായിട്ടുള്ള പൈസയിലുള്ളൊരു വ്യത്യാസമാണ് ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറൻറ്റ്ലി ആ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 1.4% ഓഫ് GDP ആണെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡേറ്റ റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ സ്മോക്ക് ഫ്രീ ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ്. ഹിമാചൽ പ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ സ്മോക്ക് ഫ്രീ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. അതായത് LPG എല്ലാ വീടുകളിലും LPG എനേബിൾഡ് ആൻഡ് സ്മോക്ക് ഫ്രീ ഹൗസ് ഹോൾഡ്സ് ഉള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ട് മാറിയിരിക്കുന്നത് ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്മോക്ക് ഫ്രീ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസീസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡെക്സ്, അതായത് സെൻസെക്സ്, നിഫ്റ്റി പോലെയുള്ള ഒരു ഇൻഡെക്സ് IC50 എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ആ ഇൻഡെക്സിൻ്റെ പേരാണ് IC50. ഓക്കെ, ഇത് എൻറ്റയർലി എന്തിനാണ്? നമ്മുടെ ക്രിപ്റ്റോ കറൻസീസിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡെക്സാണ് IC50 എന്ന് പറയുന്നത്. ക്രിപ്റ്റോ വയർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ക്രിപ്റ്റോ വയർ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ IC50 എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസി ഇൻഡെക്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസീസിനെ കുറിച്ചും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെക്കുറിച്ചുള്ള അവയർനെസ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അതുപോലെ ക്രിപ്റ്റോ കറൻസീസ് എന്നിവയെക്കുറിച്ചുള്ള നോളജ് അല്ലെങ്കിൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഈ ഒരു IC50 എന്ന് പറയുന്ന ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്നത് ലോകത്തിൽ വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വൈഡ്ലി ട്രേഡഡ് ആയിട്ടുള്ള 15 ക്രിപ്റ്റോ കറൻസീസിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ക്രിപ്റ്റോ കറൻസികളുടെ പെർഫോമൻസിനെയാണ് ഈ ഒരു IC50 എന്ന് പറഞ്ഞ ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി ഇൻഡെക്സ് എന്ന് പറയുന്നത് IC50 ആണ്. ഇത് പുറത്തിറക്കിയിരിക്കുന്നത് ക്രിപ്റ്റോ വയർ എന്ന് പറയുന്ന കമ്പനിയാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കീമായ ഉജാല സ്കീം അതിൻ്റെ 7 വർഷം കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഉജാല എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് സ്കീം, സെൻട്രൽ ഗവൺമെൻറ് സ്കീം അതിൻ്റെ 7 വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇനി ഉജാല സ്കീമിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LEDs ഫോർ ഓൾ എന്നുള്ളതാണ്. ഉജാല എന്ന സ്കീമിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് 2015 ഗവൺമെൻറ് ഉജാല സ്കീം ലോഞ്ച് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ഉജാല എന്ന് പറയുന്ന സ്കീം കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് എയിം ചെയ്തത്? അതായത് എനർജി കൺസംഷൻ കുറയ്ക്കുക, രാജ്യത്ത് എനർജി കൺസംഷൻ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വീടുകളിലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ LED ബൾബുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഉജാല സ്കീമിൻ്റെ എയിം എന്ന് പറയുന്നത്. അത് ഫുൾ ഫോം നമ്മളിവിടെ പറഞ്ഞു, ഉന്നത് ജ്യോതി ബൈ അഫോർഡബിൾ LEDs ഫോർ ഓൾ എന്നുള്ളതാണ് ഉജാല സ്കീമിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 2015 ഗവൺമെൻറ് ഉജാല സ്കീം ലോഞ്ച് ചെയ്തത്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്കീം അതിൻ്റെ 7 വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 2022 നാഷണൽ സയൻസ് ഡേയുടെ തീം ഗവൺമെൻറ് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തു. നാഷണൽ സയൻസ് ഡേ 2022 ഒഫീഷ്യൽ തീം ഗവൺമെൻറ് ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ആ തീം എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതാണ്. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്നുള്ളതാണ് ആ ഒരു ഒഫീഷ്യൽ തീം എന്ന് പറയുന്നത് 2022 നാഷണൽ സയൻസ് ഡേയുടെ. ഇനി നമ്മൾ നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ഫെബ്രുവരി 28 ബിക്കോസ് ഈ ഒരു
28 ഫെബ്രുവരിയിലാണ് രാമൻ എഫക്റ്റ് എന്ന് പറയുന്ന മഹത്തായ ഒരു കണ്ടുപിടുത്തം സി വി രാമൻ നടത്തിയത്. അപ്പോൾ ഈ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സി വി രാമൻ്റെ ബഹുമാനാർത്ഥമാണ് നമ്മൾ ഫെബ്രുവരി 28 നമ്മുടെ നാഷണൽ സയൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ തീയതി കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ 2022 അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന നാഷണൽ സയൻസ് ഡേയുടെ തീമാണ് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ എന്ന് ഉള്ളത്. ഓക്കെ, അടുത്തത് ഏറ്റവും കൂടുതൽ ODF പ്ലസ് വില്ലേജസ് ഉള്ള സംസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നത് തെലങ്കാനയാണ്. സ്വച്ഛ് ഭാരത് മിഷൻ ഫേസ് 2 അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു റാങ്കിങ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്വച്ഛ് ഭാരത് മിഷൻ ഫേസ് 2 അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും കൂടുതൽ ODF പ്ലസ് വില്ലേജ് സ്റ്റാറ്റസ് ലഭിച്ചിരിക്കുന്ന വില്ലേജുകൾ ഉള്ളത് തെലങ്കാനയിലാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സ്വച്ഛ് ഭാരത് മിഷൻ എന്ന് പറയുന്ന സ്കീമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ODF പ്ലസ് റാങ്കിങ് അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ക്ലീൻലിനെസ് സർവേകൾ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഫേസ് 2 സ്വച്ഛ് ഭാരത് മിഷൻ ഫേസ് 2 ലോഞ്ച് ചെയ്തത് ഫെബ്രുവരി 2020 ഇനി തെലങ്കാനയെ കൂടാതെ ഏറ്റവും കൂടുതൽ ODF പ്ലസ് വില്ലേജസ് സ്റ്റാറ്റസുകളുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് തമിഴ്നാട്, കർണാടകയാണ്. അപ്പോൾ തെലങ്കാന, തമിഴ്നാട്, കർണാടക ഈ 3 സംസ്ഥാനങ്ങളാണ് ODF പ്ലസ് വില്ലേജുകളുള്ള അല്ലെങ്കിൽ ആ ഒരു വില്ലേജസിൻ്റെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് തെലങ്കാന, തമിഴ്നാട്, അതുപോലെ കർണാടകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ODF പ്ലസ് സ്റ്റാറ്റസിനെ കുറിച്ചും സ്വച്ഛ് ഭാരത് മിഷനെ പറ്റിയും പറയാനുള്ളത്. ഓക്കെ, അടുത്തത് ഒഡീഷയിലെ ഗഞ്ചം എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ചൈൽഡ് മാരേജ് ഫ്രീ ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാറി എന്നുള്ളതാണ്. ഓക്കെ, ഗഞ്ചം എന്ന് പറയുന്നത് ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഒരു ഡിസ്ട്രിക്റ്റാണ് ഗഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗഞ്ചം എന്ന് പറയുന്ന ഒഡീഷയിലെ ഡിസ്ട്രിക്റ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ചൈൽഡ് മാരേജ് ഫ്രീ ഡിസ്ട്രിക്റ്റായിട്ട് മാറി എന്നുള്ളതാണ്. ഇനി ഈ ഗഞ്ചം എന്ന് പറയുന്ന പ്രദേശത്തെ ഈ ഒരു ബഹുമതിയിലേക്ക് ഉയർത്താൻ അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു ക്യാമ്പയിനാണ് നിർഭയ കാഥി ക്യാമ്പയിൻ എന്ന് പറയുന്നത്. നിർഭയ കാഥി ക്യാമ്പയിനാണ് അവിടെ ഈ തെലങ്കാനയിൽ ഈ ചൈൽഡ് മാരേജിനെതിരെ വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ്. അപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നതാണ് ഗഞ്ചം ഇന്ത്യയിലെ ആദ്യത്തെ ചൈൽഡ് മാരേജ് ഫ്രീ ഡിസ്ട്രിക്റ്റായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു എന്നുള്ളത്. ഓക്കെ, അടുത്തത് സൊമാലിയ എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്തയാണ്. ഓക്കെ, സൊമാലിയയിലാണ് സൊമാലിയൻ പ്രസിഡന്റ് റീസെൻ്റ്ലി പ്രൈം മിനിസ്റ്ററിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. കറപ്ഷൻ ഈ പ്രൈം മിനിസ്റ്ററിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങളെ തുടർന്നാണ് പ്രസിഡന്റ് റീസെൻ്റ്ലി ഈ പ്രൈം മിനിസ്റ്ററിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി സൊമാലിയൻ പ്രൈം മിനിസ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് മുഹമ്മദ് ഹുസൈൻ റോബിൾ എന്നാണ്. മുഹമ്മദ് ഹുസൈൻ റോബിളാണ് സൊമാലിയൻ്റെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ പേരെന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുല്ലാഹി മുഹമ്മദ് എന്നുള്ളതാണ്. ഓക്കെ, മുഹമ്മദ് അബ്ദുല്ലാഹി മുഹമ്മദ് ആണ് സൊമാലിയൻ പ്രസിഡൻറ്റ്. അപ്പോൾ ഈ സൊമാലിയൻ പ്രസിഡൻറ്റ് റീസെൻ്റ്ലി ഈ മുഹമ്മദ് ഹുസൈൻ റോബിളിനെ റീസെൻ്റ്ലി സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഓവർ ദി അലിഗേഷൻസ് ഓഫ് കറപ്ഷൻസ്. ഇനി ഈ ഒരു സൊമാലിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മൊഗാദിഷു എന്ന് പറയുന്ന പ്ലേസ് ആണ്. മൊഗാദിഷു ആണ് സൊമാലിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ ആൻഡ് CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് വിനയ് കുമാർ ത്രിപാഠി എന്ന് പറയുന്നത്. ഓക്കെ, വിനയ് കുമാർ ത്രിപാഠിയെ റീസെൻ്റ്ലി റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ ആൻഡ് CEO ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു സെൻട്രൽ ഗവൺമെൻറ്. അദ്ദേഹം സക്സീഡ് ചെയ്യുന്നത് സുനീത് ശർമ്മ എന്ന വ്യക്തിയാണ് അദ്ദേഹം സക്സീഡ് ചെയ്യുന്നത്. സുനീത് ശർമ്മയായിരുന്നു നേരത്തെ ചെയർമാൻ ആൻഡ് CEO ഓഫ് റെയിൽവേ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയതായിട്ട് ചാർജ് എടുത്തിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് വിനയ് കുമാർ ത്രിപാഠി. അടുത്തത് സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റ് റീസെൻ്റ്ലി പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ തുടർന്ന് രാജിവെച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് അബ്ദുള്ള ഹംദോക്കാണ് സുഡാൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ സുഡാൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഖാർത്തൂം ആണ്. അവിടെ റീസെൻ്റായിട്ട് റിസൈൻ ചെയ്ത പ്രസിഡന്റിൻ്റെ പേരെന്ന് പറയുന്നത് അബ്ദുള്ള ഹംദോക്കാണ്. ഓക്കെ, അടുത്തത് നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ അല്ലെങ്കിൽ NMCGയുടെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് G. അശോക് കുമാർ എന്നുള്ളത്. ഓക്കെ, നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ നമ്മുടെ മിനിസ്ട്രി ഓഫ് ജൽശക്തിയുടെ കീഴിൽ വരുന്ന ഒരു മിഷനാണ് നാഷണൽ മിഷൻ ഓൺ ക്ലീൻ ഗംഗ അല്ലെങ്കിൽ NMCG എന്ന് പറയുന്നത്. അതിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് റീസെൻ്റ്ലി അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് G. അശോക് കുമാർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സെൻട്രൽ ഗവൺമെൻറ് ലക്നൌവിൽ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഒരു ബ്രഹ്മോസ് മിസൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇനാഗുറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. റീസെൻ്റ്ലി ലക്നൌവിൽ ഒരു ബ്രഹ്മോസ് മിസൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ഗവൺമെൻറ് ഇനാഗുറേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇനി ഈ ഒരു ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ എന്ന് പറയുന്ന ഒരു സൂപ്പർസോണിക് മിസൈലാണ്. ഈ ഒരു മിസൈൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ചേർന്നിട്ടാണ്. ഇന്ത്യയും റഷ്യയും ചേർന്നിട്ടാണ് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ബ്രഹ്മോസ് എന്ന് പറയുന്നത് ഫാസ്റ്റസ്റ്റ്
ആൻറ്റി ഷിപ്പ് ക്രൂയിസ് മിസൈലാണ്. ഇപ്പോൾ ലോകത്തിൽ നിലവിലുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആൻറ്റി ഷിപ്പ് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രഹ്മോസിൻ്റെ ഒരു പുതിയ മാനുഫാക്ചറിങ് യൂണിറ്റ് റീസെൻ്റ്ലി ഉത്തർപ്രദേശിലെ ലക്നൌവിൽ ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് വാർത്ത. അടുത്തത്, റഷ്യ ഒരു പുതിയ ഹൈപ്പർസോണിക് മിസൈൽ ടെസ്റ്റ് ഫയർ ചെയ്തു. മിസൈലിൻ്റെ പേരെന്ന് പറയുന്നത് ട്രിസ്കോൺ. ട്രിസ്കോൺ എന്ന് പറയുന്നത് റഷ്യ ടെസ്റ്റ് ഫയർ ചെയ്ത ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് ട്രിസ്കോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ട്രിസ്കോൺ എന്ന് പറയുന്ന ഹൈപ്പർസോണിക് മിസൈലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 1000 കിലോമീറ്ററാണ്. 1000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് ട്രിസ്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ടെസ്റ്റ് ഫയർ ചെയ്തിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് റഷ്യയാണ്. ഓക്കെ, അടുത്തത് 2021-22 വിജയ് ഹസാരെ ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. ഈ 2021-22 വിജയ് ഹസാരെ ട്രോഫി സ്വന്തമാക്കിയിരിക്കുന്നത് ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് ടീമാണ്. ഓക്കെ, തമിഴ്നാടിനെയാണ് അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തമിഴ്നാടിനെ പരാജയപ്പെടുത്തി ഈ 2021-22 വിജയ് ഹസാരെ ട്രോഫി സ്വന്തമാക്കിയിരിക്കുന്ന ടീം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് ടീമാണ്. ഓക്കെ, അടുത്തത്, നമ്മുടെ ഗവൺമെൻറ് ഒരു പുതിയ സ്പോർട്സ് യൂണിവേഴ്സിറ്റിക്ക് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ അതിന് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടു എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. ആ യൂണിവേഴ്സിറ്റിയുടെ പേരെന്ന് പറയുന്നത് മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി എന്നാണ്. ഓക്കെ, മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യ ഏറ്റവും റീസെൻ്റായിട്ട് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് സ്ഥാപിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി റീസെൻ്റ്ലി എവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിട്ടതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. ഓക്കെ, യൂണിവേഴ്സിറ്റിയുടെ പേര് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി. ഓക്കെ, അടുത്തത്, നോബൽ പ്രൈസ് വിന്നറായിട്ടുള്ള ഡെസ്മണ്ട് ടുട്ടു എന്ന് പറയുന്ന വ്യക്തി അന്തരിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഡെസ്മണ്ട് ടുട്ടു നോബൽ പ്രൈസ് വിന്നറാണ്, നോബൽ പീസ് പ്രൈസ് വിന്നറാണ് ഡെസ്മണ്ട് ടുട്ടു എന്ന് പറയുന്നത്. ഒരു കാത്തലിക് ബിഷപ്പായിരുന്നു ഡെസ്മണ്ട് ടുട്ടു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് 1984 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്നത്. എന്തിനാണ്? ഫോർ ഹിസ് ഒപ്പോസിഷൻ ടു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷനെതിരെ പൊരുതിയ വ്യക്തികളിൽ ഒരാളാണ് ഡെസ്മണ്ട് ടുട്ടു എന്ന് പറയുന്നത്. അപ്പോൾ ആ മേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് പരിഗണിച്ചാണ് 1984 അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം റീസെൻ്റ്ലി അന്തരിച്ചു എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിൽ ജനുവരി 1 മുതൽ 7 വരെയുള്ള തീയതികളിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത ആഴ്ചത്തെ ഒരു കറണ്ട് അഫയേഴ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി.